ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗോതമ്പ് മാവ് വെച്ചിട്ട് വെറും 5 മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റുമാണ്. അതുപോലെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു മുട്ടക്കറി കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ. ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സാധാ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നും കട്ടകളില്ലാതെ കലക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം മൊത്തത്തിൽ ചേർത്ത് കൊടുക്കാതെ കുറേശ്ശെ ചേർത്തിട്ട് കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഒരുപാട് അങ്ങ് തിക്കാവുകയും ചെയ്യരുത്, ഒത്തിരി ലൂസാവുകയും ചെയ്യരുത്. ആ ഒരു പാകത്തിന് തയ്യാറാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുത്തിട്ട് പരത്തിയെടുക്കാൻ. അല്ലെങ്കിൽ ഇത് പരന്ന് കിട്ടില്ല, ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ഞാനൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഓയിലോ ഒലിവ് ഓയിലോ ഒക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നെയ്യ് ഓയിലോ ഒക്കെ ചേർത്താൽ മതി. എന്നിട്ട് ഒരു സൈഡ് ഒന്ന് കുക്കായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. ഇതേപോലെ നല്ല നൈസായിട്ട് തന്നെ ഗോതമ്പ് ദോശ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മാവ് കോരി ഒഴിച്ചിട്ട് പരത്തിയെടുക്കുന്ന സമയം ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കണം. എന്നിട്ട് ഇത് ചുട്ടെടുക്കാൻ ഒന്ന് മൊരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് കൂട്ടി വെച്ചാലും കുഴപ്പമില്ല. ചുറ്റിയെടുക്കുന്ന സമയത്ത് ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ എടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ നൈസായിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റില്ല. നമുക്കൊരു 5 മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ഈസിയാണ്. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. മുട്ടക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ കടുക് താളിച്ചിട്ട് അതിലേക്ക് സവാളയും കറിവേപ്പിലയും വഴറ്റി മുട്ട ഉടച്ചൊഴിച്ചിട്ടുണ്ട്, നമ്മൾ ബുൾസയൊക്കെ ഉണ്ടാക്കുന്ന പോലെ. എന്നിട്ട് അതൊന്ന് അടച്ചു വെച്ച് കുക്കാക്കി എടുത്തിട്ട് അതിലേക്ക് തേങ്ങയും വലിയ ജീരകവും പച്ചമുളകും കുറച്ച് കറിവേപ്പില കൂടി അരച്ചിട്ടുണ്ട്. എന്നിട്ട് അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. മുട്ടയൊന്ന് കുക്കായി വരുമ്പോഴാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളവും അതുപോലെ ഗരം മസാല ഒരു 2 നുള്ളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവ് അനുസരിച്ചിട്ട് കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് പതഞ്ഞ് വരുമ്പോൾ ഓഫ് ചെയ്യാം. നന്നായിട്ട് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ഓഫ് ചെയ്തെടുക്കാം. നല്ല ഈസിയാണ് ഈ ഒരു മുട്ടക്കറി റെഡിയാക്കാനായിട്ട്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ ഇന്നത്തെ ദോശയും അതുപോലെ ഈ മുട്ടക്കറിയും ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്